ഹായ് ഓൾ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒന്നാമത്തെ യൂണിറ്റാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബേസിക് കോൺസെപ്റ്റ്സ്, മീനിങ്സ്, അപ്രോച്ചസ്, പിന്നെ കുറച്ച് തിയറീസ് റിലേറ്റഡ് ടു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇതൊക്കെയാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് പറയാം. ഹ്യൂമൻസ് ആരും ഈക്വൽ അല്ല. ഓരോ രീതിയിലും ഹ്യൂമൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ദേ ആർ അൺഈക്വൽ. സൊസൈറ്റിയിൽ ഇൻഇക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഇൻഇക്വാളിറ്റീസ്? ഒന്നാമത്തേത് നാച്ചുറൽ ഇൻഇക്വാളിറ്റീസ്, അതായത് നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഇൻഇക്വാളിറ്റി. അതിപ്പോൾ സെക്സ് ആയിക്കോട്ടെ, കാസ്റ്റ് ആയിക്കോട്ടെ, IQ ലെവൽ ആയിക്കോട്ടെ, ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് നാച്ചുറൽ ഇൻഇക്വാളിറ്റീസ്. ഇതെല്ലാം അസ്ക്രൈബ്ഡ് ആണ്, അതായത് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നതാണ്. രണ്ടാമത്തെ ഇൻഇക്വാളിറ്റി ആണ് മാൻമെയ്ഡ് ഇൻഇക്വാളിറ്റി. മാൻമെയ്ഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വെൽത്ത് വരും, പവർ, പ്രിവിലേജ്, പ്രസ്റ്റീജ്, ഇതെല്ലാം വരും. ഇത് അച്ചീവ്ഡ് ആണ്. ഈ ഓരോ ഇൻഇക്വാളിറ്റീസ് കാരണം സൊസൈറ്റി തന്നെ ഒരേപോലെ അൺഈക്വൽ ആയിട്ടുള്ള ഹ്യൂമൻസിനെ ഓരോ സ്ട്രാറ്റയിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓരോ തട്ടുകളിലായിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് രണ്ട് സ്കെയിലുകളാണ് ഉള്ളത്, അസ്ക്രിപ്ഷനും അച്ചീവ്മെൻറ്റും. നേരത്തെ പറഞ്ഞ പോലെ അസ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരാളിപ്പോൾ ഒരു ബ്രാഹ്മണായിട്ട് ജനിക്കുകയാണ്, അതിൽ ഡെത്ത് വരെയും ബ്രാഹ്മൺ തന്നെ ആയിരിക്കും. ഇതാണ് അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അച്ചീവ്മെൻറ്റ്. ഒരാളിപ്പോൾ ഒരു ലോ സ്റ്റേറ്റിലാണ് ജനിക്കുന്നത്, അതായത് ഒരു പൈസ ഇല്ലാത്തൊരു കുടുംബത്തിലാണ് ജനിക്കുന്നത്. പക്ഷേ ഗ്രാജുവലി അയാൾക്ക് പഠിച്ച് ജോലി മേടിച്ച് അയാളുടെ ഫാമിലി മൊത്തത്തിൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു സോഷ്യൽ സ്റ്റേറ്റസിനെ ലോറിൽ നിന്നും അപ്പർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് അച്ചീവ്ഡ് സ്റ്റേറ്റ്, പ്രോസസ്സിനെയല്ല, ഈ ഒരു കോൺസെപ്റ്റിനാണ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇവോൾവ് ആയിട്ടുള്ളത്? അതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടൊരു പ്രോസസ്സാണ്. മനുഷ്യനുള്ള കാലം മുതലേ, അല്ലെങ്കിൽ സൊസൈറ്റി ഡെവലപ്പ് ആവുന്ന, ഇവോൾവ് ആവുന്ന കാലം മുതലേ ചെറിയ രീതിയിലുള്ള സോഷ്യൽ ഡിഫറൻസസ് ഒക്കെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഹണ്ടിങ് മെയിൻ ഒക്യുപ്പേഷൻ ആയിരുന്ന ഒരു കാലഘട്ടത്ത്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഏജസിൽ ഫുഡ് ഗ്യാദറിങ്, ഹണ്ടിങ് ഒക്കെ മെയിൻ ഒക്യുപ്പേഷൻ ആയിരുന്ന ഒരു കാലത്ത് ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് സ്കില്ല് കൂടുതലായിരിക്കും ഹണ്ടിങ്ങിന്. അവരെ ടോപ്പ് ഹണ്ടർ, അവർക്ക് കുറച്ച് സൊസൈറ്റിയിൽ ഒരു പടി മുകളിലായിരിക്കും അവരെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ഒറിജിൻ കുറച്ച് ഡിവൈൻ ആയിട്ടും, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജന്മം എടുത്ത ആളെന്നുള്ള രീതിയിലൊക്കെ അയാളെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അയാൾക്ക് സൊസൈറ്റിയിലൊരു പെർട്ടിക്കുലർ സ്റ്റാറ്റസ്, ഒരു ഹൈ സ്റ്റാറ്റസോട് കൂടിയായിരിക്കും ആൾക്കാർ വ്യൂ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ തന്നെ ഒരു ചെറിയ രീതിയിൽ സോഷ്യൽ ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് സൊസൈറ്റി കുറച്ചും കൂടെ സിമ്പിളായിരുന്നു, ലൈഫ് സിമ്പിളായിരുന്നു, ആൾക്കാർ യൂസ് ചെയ്തിരുന്ന വൊക്കാബുലറീസ് കുറവായിരുന്നു, മൊത്തത്തിലൊരു സിമ്പിൾ സൊസൈറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഡെവലപ്പ് ആവാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രാജുവലി ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻസ് ചേഞ്ചസ് അണ്ടർഗോ ചെയ്തപ്പോഴത്തേക്കും, അതായത് ഓരോ കമ്മോഡിറ്റീസ് ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇതിലൊക്കെ മാറ്റങ്ങൾ വരാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിബിൾ ആവാനായിട്ട് തുടങ്ങി. അതായത് ആനിമൽ ഹസ്ബൻഡറി, അഗ്രികൾച്ചർ, ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും എല്ലാവർക്കും ഒരേപോലെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആളുകൾക്ക് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആനിമൽ ഹസ്ബൻഡറിയുടെ ഇന്നോവേഷനോട് കൂടി തന്നെ സൊസൈറ്റി കുറച്ച് കോംപ്ലക്സ് ആവാനായിട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമീസ് കുറച്ച് എക്കണോമിക് സർപ്ലസ് കൊണ്ടുവരാനായിട്ട് തുടങ്ങി, അതായത് എക്കണോമിക് വെൽത്ത് കൊണ്ടുവരാനായിട്ട് തുടങ്ങി ഇൻ ദ ഫോം ഓഫ് കാറ്റിൽ ഓർ ഫുഡ് ഗ്രെയിൻസ്. ബാർട്ടർ സിസ്റ്റം പതുക്കെ വരാൻ തുടങ്ങി. ബാർട്ടർ സിസ്റ്റം ആയിരുന്നു പ്രൈമറി ടൂൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ. പതുക്കെ ആനിമൽ ഹസ്ബൻഡറിയിലായാലും അഗ്രികൾച്ചറിലായാലും ഇന്നോവേഷൻസ് കൊണ്ടുവരാനും, അല്ലെങ്കിൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വന്നു തുടങ്ങി. കുറച്ചായിട്ട് കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ കുഡ് അക്യുമുലേറ്റ് വെൽത്ത്, അങ്ങനെയുള്ള ആൾക്കാർ സൊസൈറ്റിയിൽ വരാനായിട്ട് തുടങ്ങി. പതുക്കെ ഡിവിഷൻ ഓഫ് ലേബർ വരാനായിട്ട് തുടങ്ങി. റൂറൽ അർബൻ ഡിഫറൻസസ് കൂടാനായിട്ട് തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ സൊസൈറ്റി നല്ല രീതിയിൽ കോംപ്ലക്സ് ആയി. അങ്ങനെ സൊസൈറ്റി കോംപ്ലക്സ് ആയപ്പോഴത്തേക്കും വെൽത്ത് ഉള്ളവർ ഹൈ സ്റ്റാറ്റസിലേക്ക് ഗ്രാജുവലി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ ലോ സ്ട്രേറ്റിലേക്കും. ഇങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇവോൾവ് ആയി വന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും അവിടെ എക്കണോമിക് സർപ്ലസ് കൂടാൻ തുടങ്ങി. എക്കണോമിക് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പവർ കിട്ടാനായിട്ട് തുടങ്ങി. അവർ സൊസൈറ്റിയുടെ ഹൈ സ്ട്രാറ്റയിലേക്ക് മൂവ് ചെയ്യാനും തുടങ്ങി. ഇങ്ങനെയാണ് ഇവല്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത്.
പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. 3 പ്രിൻസിപ്പിൾസ് ആണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉള്ളത്. സ്റ്റാറ്റസ്, വെൽത്ത്, പവർ. സ്റ്റാറ്റസ് എന്ന് പറയുന്നതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ. എന്തിൻ്റെ ബേസിസിലാണ് സ്റ്റാറ്റസ് വെച്ചിട്ട് സൊസൈറ്റിയിൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിയിരുന്നത്? ഓണറിൻ്റെ ബേസിസിൽ. ഫോർ എക്സാമ്പിൾ കാസ്റ്റിൻ്റെ കാര്യം വരുമ്പോൾ ബ്രാഹ്മിൻസ് ആണ് എപ്പോഴും ടോപ്പായിട്ടുള്ള സ്ട്രേറ്റിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അവർ ദൈവത്തിനോട് അടുത്താണ് ആൾക്കാർ അല്ലെങ്കിൽ സൊസൈറ്റി വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവരായിരുന്നു റിച്വൽസ് നടത്തിക്കൊണ്ടിരുന്നത്. കുറച്ച് പ്യൂരിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ സമയത്ത് അവർ പ്യുവറായിട്ട് കൺസിഡർ ചെയ്യുമായിരുന്നു. അതൊക്കെ കൊണ്ട് ബ്രാഹ്മിൻസ് ആണ് ഹയർ സ്ട്രാറ്റയിൽ എപ്പോഴും പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും സൊസൈറ്റി കുറച്ചധികം റെസ്പെക്റ്റ് കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഓണർ ചെയ്യുമായിരുന്നു. അതിൻ്റെ ബേസിസിൽ അവർ സൊസൈറ്റിയിൽ എപ്പോഴും ഹയർ സ്ട്രാറ്റയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് സ്റ്റാറ്റസിൻ്റെ ബേസിസിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻ. ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അസ്ക്രൈബ്ഡ് ആയിരിക്കും, അതായത് നമുക്ക് ബൈ ബർത്ത് കിട്ടുന്നതായിരിക്കും, അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കത്തില്ല. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് വെൽത്ത്. വെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് നടത്താൻ പറ്റുന്ന ആൾക്കാർക്ക് എക്കണോമിക് അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടാവും, അവർക്ക് കൂടുതൽ വെൽത്ത് ഉണ്ടാവും. അങ്ങനെ അവർക്ക് സാധാരണ ഹണ്ടിങ് അല്ലെങ്കിൽ ഫുഡ് ഗാദറിങ്ങിൽ നിന്നും അഗ്രികൾച്ചറൽ എക്കണോമിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിന്നും അവർക്ക് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആയിട്ടുള്ളൊരു സെക്ടറിലേക്ക് മൂവ് ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും. ഇങ്ങനെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ സൊസൈറ്റി ഹയർ സ്ട്രാറ്റയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിൽ വരുന്ന സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് ലാൻഡ് ലോഡ് വർക്കേഴ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, അതായത് വെൽത്ത് കൂടുതലുള്ളവരെ സൊസൈറ്റിയിൽ ഹയർ ആയിട്ട് റാങ്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ വെൽത്ത് കുറവുള്ളവർ ലോവർ ആയിട്ടും റാങ്ക് ചെയ്യുമായിരുന്നു. ഇങ്ങനത്തെ ബേസിസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷനാണ് വെൽത്തിൽ വരുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് പവർ. പവറിൽ വരുന്നത്, പവർ എന്ന് പറഞ്ഞൊരു റിലേറ്റീവ്ലി ഡിഫ്യൂസ്ഡ് ആട്രിബ്യൂട്ട് എന്നാണ് പറഞ്ഞത്. അതായത് വിച്ച് സ്പ്രെഡ്സ്. പവർ സ്പ്രെഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരാൾക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വരുമ്പോൾ എക്കണോമിക് അഡ്വാൻസ്മെൻറ്റ്സ് വരും. അതിൻ്റെ ഭാഗമായിട്ട് ഹയർ ആയിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ടാവും. ഹയർ സ്റ്റാറ്റസിലിരിക്കുന്ന ഒരാൾക്ക് ഹയർ പവർ അല്ലെങ്കിൽ മോർ പവർ ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സൊസൈറ്റി കുറച്ച് കൂടിയ സ്റ്റേറ്റസിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് കാണുമായിരുന്നു അല്ലെങ്കിൽ വ്യൂ ചെയ്യുമായിരുന്നു. അയാൾക്ക് അയാളുടെ ഇഷ്ടങ്ങൾ മറ്റൊരാളിലേക്ക് ഇമ്പോസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതായത് അയാളുടെ വില്ല് മറ്റൊരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഈ പവർ കൂടുതലുള്ള ആൾക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൊസൈറ്റിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുമായിരുന്നു. ഇതിനാണ് പവർ എന്ന് പറയുന്നത്. ഈ പവറിനെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഇയാൾക്ക് ഇങ്ങനൊരു പവറുണ്ട്, ഇയാളാണ് നമ്മളുടെ കാട്ടും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നത് എന്ന് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പവർ ലെജിറ്റിമേറ്റ് ആവും. വെൻ പവർ ബിക്കംസ് ലെജിറ്റിമേറ്റ് ഇറ്റ് ബിക്കംസ് അതോറിറ്റി, അധികാരം, അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളുടെ മേലുള്ള അധികാരം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട്, അതായത് പവർ അല്ലെങ്കിൽ അതോറിറ്റി എക്സസൈസ്ഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്ട്രേറ്റ എപ്പോഴും ലോവർ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ SC/ST അല്ലെങ്കിൽ ട്രൈബ്സ്, അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷേ ഗ്രാജുവലി ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിസർവേഷൻസ് പോലുള്ള ഒരുപാട് എഫേർട്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട്. ഇതാണ് അതോറിറ്റിയുടെ ഒരു പവർ എന്ന് പറയുന്നത്. അതോറിറ്റി കാരണം ഒരാളെ അടിച്ചേൽപ്പിച്ച് താഴത്തെ സ്ട്രാറ്റയിൽ കൊണ്ടെത്തിച്ചു. വേറൊരു ടൈപ്പ് ഓഫ് അതോറിറ്റി കാരണം ഈ സ്ട്രാറ്റയിലുള്ള ആൾക്കാരെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് പവറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ടൈപ്സ് ആണ്. 6 ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനാണ് ഉള്ളത്. ഒന്നാമത്തത് ഏജ് സെറ്റ് സിസ്റ്റം. ഏജ് സെറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൊസൈറ്റി, അവിടെ ഒരു ഹെഡ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കും. പക്ഷെ ചില സൊസൈറ്റിയിൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ സൊസൈറ്റി സ്റ്റേറ്റ്ലെസ് ആയിരിക്കും. അവിടെ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റോ സ്റ്റേറ്റോ ഒന്നും ആയിരിക്കത്തില്ല. പകരം ഏജിൻ്റെ ബേസിസിലായിരിക്കും അവിടെ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കുന്നത്. ഇത് കൂടുതലായിട്ട് നടക്കുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ മസായി, നന്ദി എന്ന് പറയുന്ന ഏരിയാസിലാണ് ഇത് നടക്കുന്നത്. അവിടെ സീനിയോറിറ്റിക്കാണ് മെയിൻ ഇമ്പോർട്ടൻസ്. അതായത് ഏജ് കൂടുതലുള്ള ആൾക്കാർ മുകളിലത്തെ സ്ട്രാറ്റയിൽ വരും. ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജ് സെറ്റുകളുണ്ട്. ഏജ് സെറ്റ് അതായത് ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു പ്രായം, ഇപ്പോൾ 1 വയസ്സ് മുതൽ ഒരു 7-8 വയസ്സ് വരെ, അത് ഒരു ഏജ് സെറ്റാണ്. ആ പ്രായത്തിനുള്ളിൽ ആൾക്കാർ
അവർ സൊസൈറ്റിയിൽ ഏറ്റവും താഴത്തെ തട്ടിലാണുള്ളത്. അവർക്ക് പിന്നെ 7 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു റിച്വൽ ഉണ്ട്. ആ റിച്വൽ അണ്ടർഗോ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ആ ഏജ് സെറ്റിൽ നിന്നും ഇറങ്ങി അടുത്ത ഏജ് സെറ്റിലേക്കുള്ള മെമ്പർഷിപ്പാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ഏജ് സെറ്റിലുള്ള ആൾക്കാർക്കും ഓരോ ഏജ് സെറ്റ് കഴിയുമ്പോഴത്തേക്കും സ്റ്റാറ്റസ് കൂടി വരുന്നതായിരിക്കും. ഏജ് സെറ്റാണ് ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ ഓർഡർ അന്നത്തെ കാലത്ത് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ഏജ് സെറ്റിലുള്ള മെമ്പർക്ക് ഒരു ടൈമിൽ ഒരു ഏജ് ഗ്രേഡേ ഉണ്ടാവുള്ളൂ. ഒരു ഏജ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഏജ് സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇയറിൻ്റെ ബേസിസിലാണ്. അതിപ്പോൾ ഒരു 1 to 7 years അല്ലെങ്കിൽ 1 to 8 years അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 18 to ഒരു 21 years. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇതിനാണ് ഏജ് സെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരാൾക്ക് കിട്ടുന്നതാണ് ഏജ് ഗ്രേഡ് എന്ന് പറയുന്നത്. അതായത് 1 to 12 years, 1 to 7 years അതായത് ചൈൽഡ്ഹുഡ്. അടുത്ത ഏജ് സെറ്റ് എന്ന് പറയുന്നത് അടുത്ത ഗ്രേഡാണ് അഡോളസെൻസ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ആ ഏജ് ഗ്രേഡ് എങ്ങനെയാണ് ട്രാൻസിഷൻ എന്ന് പറയാം. ചൈൽഡ്ഹുഡ്, അത് കഴിഞ്ഞിട്ട് ജൂനിയർ വാരിയർഹുഡ്, പിന്നെ സീനിയർ വാരിയർഹുഡ്, പിന്നെ ജൂനിയർ എൽഡർഹുഡ്, പിന്നെ സീനിയർ എൽഡർഹുഡ്. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞൊരു ഏജ് ഗ്രേഡിൽ അവർ കളിച്ച് നടക്കുന്ന പഠിക്കുന്നൊക്കെ പ്രായമായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും വാരിയർഹുഡിലേക്ക് വരുമ്പോഴത്തേക്കും അവർ ഫൈറ്റ് ചെയ്യും, അവരുടെ ട്രൈബിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെയാണ് ഈ 2 ഏജ് ഗ്രേഡിലായിട്ട് വരുന്നത്. അടുത്ത ഏജ് ഗ്രേഡ് ജൂനിയർ എൽഡർഹുഡും സീനിയർ എൽഡർഹുഡും. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുക, ഒരു ഫൈറ്റ് എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുക, ഇതൊക്കെയാണ് വരുന്നത്. ഇവിടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒരാളുടെ ഏജ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഏജ് സെറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ സോഷ്യൽ സ്റ്റാറ്റസ് പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. എല്ലാവർക്കും അതോറിറ്റി എക്സസൈസ് ചെയ്യാനുള്ള ഒരു ചാൻസും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഏജ് സെറ്റ് സിസ്റ്റത്തിൽ പറയുന്നത്. രണ്ടാമത്തെ സിസ്റ്റമാണ് സ്ലേവ് സിസ്റ്റം. സ്ലേവ് സിസ്റ്റം ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 1833 ബ്രിട്ടനും 1865 USA ഈ സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. സ്ലേവ് സിസ്റ്റത്തിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് എക്കണോമിക് ഇൻഇക്വാലിറ്റിയാണ്. പൈസ ഇല്ലാത്ത ആൾക്കാരെ പൈസയുള്ള ആൾക്കാർ ചൂഷണം ചെയ്യും, അവരെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കും. അതാണ് സ്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടിമപ്പണി എടുപ്പിക്കുകയും ചെയ്യും, അവരുടെ എല്ലാ റൈറ്റ്സും ഡിനൈ ചെയ്യും. ഇതാണ് സ്ലേവ് സിസ്റ്റത്തിൽ വരുന്നത്. സ്ലേവ്സിനെ വാങ്ങിയും വിൽക്കുകയും വരെ ചെയ്തിരുന്ന ഒരു കാലമാണ് ഈ സിസ്റ്റത്തിൽ പറയുന്നത്. 2 ടൈപ്പ് ഓഫ് സ്ലേവറിയാണ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏൻഷ്യൻറ്റും ന്യൂ വേൾഡും. ഏൻഷ്യൻ സ്ലേവറി ആണ് ഏൻഷ്യൻ റോമിലും ഗ്രീസിലും ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ലേവറി. ഇവിടുത്തെ മെയിൻ സ്ലേവ്സ് എന്ന് പറയുന്നത് വാറൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ വരുന്ന ഫോറിൻ സ്ലേവ്സ്, അവരാണ് ഇവിടുത്തെ സ്ലേവ്സ് എന്ന് പറയുന്നത്. ഫോറിൻ പ്രിസണേഴ്സ് ഓഫ് വാർ ആണ് ഏൻഷ്യൻ സ്ലേവറിയിൽ വരുന്ന സ്ലേവ്സ്. രണ്ടാമത്തത് ന്യൂ വേൾഡ് സ്ലേവറി. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും കൊളോണിയൽ എക്സ്പാൻഷൻ്റെയും റേസിസ്റ്റ് ഐഡിയോളജിയുടെയും ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റ് നടന്നപ്പോൾ അവിടെ വന്നിട്ടുള്ള സ്ലേവ്സ്, അതായത് റേസിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് പീപ്പിൾ, അവരെ വൈറ്റ് പീപ്പിൾ സ്ലേവ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടി ഓഫ് മാസ്റ്ററായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ റൈറ്റ്സ്, സോഷ്യൽ റൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെ ഫോഴ്സ് ചെയ്യുമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. എപ്പോഴോ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഈ സ്ലേവ് സിസ്റ്റം അബോളിഷ് ആയി, അല്ലെങ്കിൽ ഡിക്ലൈൻ ആയിപ്പോയി. അത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 റീസൺസ് വന്നപ്പോഴാണ് സ്ലേവ് സിസ്റ്റം ഡിക്ലൈൻ ആയത്. ഒന്ന്, ഇൻഎഫിഷ്യൻസി ഓഫ് സ്ലേവ് ലേബർ. എല്ലാവർക്കും പണിയെടുക്കാൻ അത്ര സ്കില്ലുള്ളവരായിരിക്കത്തില്ല, അല്ലെങ്കിൽ അവരും ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അങ്ങനെ ഇൻഎഫിഷ്യൻസി വന്നപ്പോഴത്തേക്കും ഒരു റീസൺ സ്ലേവ് സിസ്റ്റം അബോളിഷ് ആവാനുള്ളത്. 2, ഓപ്പോസിഷൻ ബൈ എഡ്യൂക്കേറ്റഡ് പബ്ലിക്. എഡ്യൂക്കേഷൻ കൂടി, എംപവർമെൻറ്റ് വന്നു, അവർ സ്ലേവ് സിസ്റ്റത്തിന് ഓപ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി. 3, ആൻറ്റി സ്ലേവറി സ്ട്രഗിൾസ്. ഒബ്വിയസ്ലി സ്ലേവറിക്ക് എതിരായിട്ടുള്ള സ്ട്രഗിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് സ്ലേവ് സിസ്റ്റത്തിൽ പറയുന്നത്. അടുത്തത് എസ്റ്റേറ്റ് സിസ്റ്റം. മിഡീവിയൽ യൂറോപ്പിലാണ് എസ്റ്റേറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നത്. ഫ്യൂഡൽ സൊസൈറ്റീസ്. ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അതൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ്. ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലാൻഡ് ഓൺഡ് ബൈ സ്മോൾ റൂളിംഗ് ക്ലാസ് ആൻഡ് ഇസ് വർക്ക്ഡ് ബൈ പെസൻസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് അതർ സർവീസസ്. പ്രൊട്ടക്ഷൻ ആൻഡ് അതർ സർവീസസ്. ഇവിടെ ഒരു ഹൈറാർക്കി തന്നെയുണ്ട്. അതായത് ഇവിടുത്തെ സോഷ്യൽ പൊസിഷൻ ഹെറിഡിറ്ററി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. എന്താണെന്ന് പറയാം. ഒരു ട്രയാങ്കിൾ പോലെ വരച്ചാൽ അതിൽ ഏറ്റവും മുകളിൽ വരുന്ന ഹൈറാർക്കിക്കൽ ഏറ്റവും മുകളിൽ വരുന്നതാണ് റോയൽ ഫാമിലി ആൻഡ് ഹെറിഡിറ്ററി മിലിറ്ററി അരിസ്റ്റോക്രാറ്റ്സ്. അതായത് കിങ്, രാജാവിന് അല്ലെങ്കിൽ റോയൽ ഫാമിലിയിലുള്ള ആൾക്കാരായിരുന്നു അന്നത്തെ കാലത്ത് എല്ലാ ലാൻഡും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരാണ് ഏറ്റവും ഹൈ സ്ട്രാറ്റയിൽ വരുന്നത്. തൊട്ട് താഴത്തെ സ്ട്രാറ്റയിൽ വരുന്നതാണ് പ്രീസ്റ്റ്സും ക്ലർജിയും, അതായത് നോബിൾസ്. അവരെന്താണ് ചെയ്യുന്നത്? പ്രൊട്ടക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ക്ലർജിയൊക്കെയാണ് ഒരു
ഒരു ഫൈറ്റ് ഉണ്ടാവാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു വാർ ഉണ്ടാവാൻ പോവാണ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എല്ലാവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ, ഇതാണ് നോബിൾസ് എന്ന് പറയുന്നത്. അവരുടെ തൊട്ട് താഴെ വരുന്ന സ്ട്രാറ്റയിൽ വരുന്ന ആൾക്കാരാണ് നൈറ്റ്സ്, അതായത് മെർച്ചൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. ഇവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? തൊട്ട് മുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു, ലിറ്ററലി ഫൈറ്റ് ചെയ്യുമായിരുന്നു. ഏറ്റവും താഴെ വരുന്ന ആൾക്കാരാണ് പെസൻസ് ആൻഡ് സെർവ്സ്. പെസൻസ് ആൻഡ് സെർവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ് എസ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഓരോ എസ്റ്റേറ്റിനും ഓരോ സ്റ്റാറ്റസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യയിൽ മാത്രം കാണാൻ കഴിയുന്ന യുണീക്ക് ആയിട്ടുള്ള സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റം ഫിക്സ്ഡ് ആണ്, ക്ലോസ്ഡ് ആണ്, ഇവിടെ ഹെറിഡിറ്ററി ആണ്. അതായത് ഇപ്പോൾ ഒരാൾ ശൂദ്രമായിട്ട് ജനിച്ചാൽ അയാൾ മരിക്കുന്നതോടെ വരെ ശൂദ്ര തന്നെ ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ ബ്രാഹ്മണായിട്ടാണെങ്കിൽ ബ്രാഹ്മൺ തന്നെ ആയിരുന്നിരിക്കും. ഏത് കാസ്റ്റിലാണ് ജനിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് വരെയും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കും. അഗ്രേറിയനിലായാലും അർബൻ സൊസൈറ്റിയിലായാലും ഒക്കെ കാസ്റ്റ് കോമൺ ആയിരുന്നു. ഇവിടെ മൊബിലിറ്റി ഇല്ല, ഒരാൾക്ക് പൊസിഷൻ മാറാൻ പറ്റത്തില്ല. ഇത് അസ്ക്രൈബ്ഡ് ആണ്, ബൈ ബർത്ത് കിട്ടുന്ന ഒന്നാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പറഞ്ഞാൽ ഹെറിഡിറ്ററി ആണ്, ഫിക്സ്ഡ് ഫോർ ലൈഫാണ്, പിന്നെ ഓരോ കാസ്റ്റും എൻഡോഗമസ് ഗ്രൂപ്പാണ്. അതായത് നമ്മളുടെ കാസ്റ്റിനുള്ള ആൾക്കാരെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടിരുന്നുള്ളൂ, വേറൊരു കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് ആൻഡ് കമൻസാലിറ്റി. താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കും മാറി നടക്കണമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മാറി നിൽക്കണമായിരുന്നു. പിന്നെ കമൻസാലിറ്റി, ഒരുമിച്ചിരുന്ന് രണ്ട് കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ കാസ്റ്റ് നെയിംസ് ഉണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേരുകൾ, ഇപ്പോൾ ശൂദ്രാസ് എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ഉള്ളിലെ കാസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ നായന്മാരെന്നായിക്കോട്ടെ, നമ്പൂതിരീസ് എന്നായിക്കോട്ടെ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാസ്റ്റ് നെയിംസ് ഉണ്ടായിരുന്നു. ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു തട്ടാൻ്റെ ഒരു മോൻ ഉണ്ടാവണം, അതിൽ ഗോൾഡ് സ്മിത്തിൻ്റെ ഒരു മോൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തട്ടാൻ്റെ മോൻ തട്ടാൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പൂജാരിയുടെ മോൻ പൂജാരി തന്നെ ആയിരിക്കും. അങ്ങനെ ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻസ് ആയിരുന്നു എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാസ്റ്റ് 2 ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒന്ന് വർണ്ണ, ഒന്ന് ജാതി. വർണ്ണ എന്ന് പറയുമ്പോഴത്തേക്കും ഹെറിഡിറ്ററി റൂട്ട്സ് ഓഫ് എ ന്യൂ ബോൺ. അതിൽ പറയുന്നത് കളർ, ടൈപ്പ്, ഓർഡർ ഓർ ക്ലാസ് ഓഫ് പീപ്പിൾ. ഇവിടെയാണ് നമ്മൾ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. രണ്ടാമത്തെ ലെവൽ എന്താണ്? ജാതി. ജാതി എന്ന് പറയുമ്പോൾ കാസ്റ്റ് വിത്തിൻ കാസ്റ്റ് സിസ്റ്റം. അതാണ് ഈ പറയുന്നത് നായർ, നമ്പൂതിരി, മേനോൻ, വാരിയർ, ഇങ്ങനെയുള്ള കാസ്റ്റ് വിത്തിൻ കാസ്റ്റ് സിസ്റ്റം. 3000-ലധികം ജാതിയാണ് ഇന്ത്യൻ സൊസൈറ്റിയിലുള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴി അപ്വേർഡ് മൊബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? താഴത്തെ സ്ട്രാറ്റയിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ താഴത്തെ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് മുകളിലത്തെ കാസ്റ്റിലുള്ള ആൾക്കാരെ കണ്ട് അവരുടെ മാനറിസംസ് അതേപടി ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക, അവരുടെ കൾച്ചർ അതേപടി ഫോളോ ചെയ്യാൻ നോക്കുക. ഈ ഒരു പ്രോസസ്സിനാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സാൻസ്ക്രിറ്റൈസേഷൻ പ്രോസസ്സിലൂടെ കൂടി അവർക്ക് ലോവർ കാസ്റ്റിൽ നിന്നും അപ്പർ കാസ്റ്റ്, അല്ലെങ്കിൽ ലോവർ ജാതിയിൽ നിന്നും അപ്പർ ജാതിയിലേക്ക് മൊബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ക്ലാസ് സിസ്റ്റം. ക്ലാസ് സിസ്റ്റം ലീഗലി ഡിഫൈൻഡും അല്ല. ഈ ഒരു പ്രോസസ്സിനാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സാൻസ്ക്രിറ്റൈസേഷൻ പ്രോസസ്സിലൂടെ കൂടി അവർക്ക് ലോവർ കാസ്റ്റിൽ നിന്നും അപ്പർ കാസ്റ്റ്, അല്ലെങ്കിൽ ലോവർ ജാതിയിൽ നിന്നും അപ്പർ ജാതിയിലേക്ക് മൊബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ക്ലാസ് സിസ്റ്റം. ക്ലാസ് സിസ്റ്റം ലീഗലി ഡിഫൈൻഡും അല്ല, റിലീജിയസ്ലി സാങ്ഷൻഡും അല്ല. അതായത് എവിടെയും ഒരു നിയമത്തിൽ നമുക്ക് കാസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ നിയമത്തിൽ പറയാറുണ്ട്, പക്ഷേ ക്ലാസ് ഒരിക്കലും ലീഗലി ഡിഫൈൻഡ് അല്ല. അത് റിലീജിയസ് പരമായിട്ടുള്ളൊരു കാര്യവുമല്ല ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് ഓപ്പൺ ആണ്, അവിടെ മൊബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അവിടെ സോഷ്യൽ മൊബിലിറ്റി, അപ്വേർഡ് മൊബിലിറ്റി, ഡൗൺവേർഡ് മൊബിലിറ്റി, ഇന്റർ ജനറേഷൻ മൊബിലിറ്റി, ഇൻട്രാ ജനറേഷൻ മൊബിലിറ്റി, ഇതുപോലുള്ള മൊബിലിറ്റീസ് ഉണ്ട്. ഇവിടെ ക്ലാസിന്റെ കാര്യത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത് വെൽത്തിന്റെയും ഇൻകത്തിന്റെയും ബേസിസിലാണ്. സോഷ്യൽ മൊബിലിറ്റി കാര്യം പറഞ്ഞാൽ അപ്വേർഡും ഡൗൺവേർഡും. അതായത് ഒരു പാവപ്പെട്ട വീട്ടിലൊരാൾ ജനിക്കുകയാണ്, അയാൾക്ക് എഡ്യൂക്കേഷൻ വഴി മുകളിലത്തെ ലെവലിലേക്ക്, മുകളിലത്തെ സ്ട്രാറ്റയിലേക്ക് മൊബിലിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു വലിയൊരു പൈസ ഉള്ള കുടുംബത്തിൽ ജനിക്കുകയാണ്, പക്ഷേ അയാൾക്ക് പൈസ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾ അതിലൊരു ഫെയിലിയർ ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നേരെ താഴത്തെ സ്ട്രാറ്റയിലേക്ക് വരാൻ പറ്റും. അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൊബിലിറ്റി. പിന്നെ ഇന്റർ ജനറേഷൻ ആൻഡ് ഇൻട്രാ ജനറേഷൻ മൊബിലിറ്റി. ഇന്റർ ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൂപ്പന് പൈസ ഇല്ലായിരുന്നു, പക്ഷെ അച്ഛന് പൈസ ഉണ്ട്. 2 ജനറേഷൻ തമ്മിലുള്ള ഡിഫറൻസ്, 2 ജനറേഷൻ തമ്മിലുള്ള മൊബിലിറ്റി. അതേപോലെ ഇൻട്രാ ജനറേഷൻ എന്ന് പറയുമ്പോൾ അച്ഛന് 2 മക്കളുണ്ട്,
അപ്പോൾ അതിൽ ഒരാൾക്ക് ഹൈ സ്റ്റാറ്റസ് ആണ്, മറ്റേ ആൾക്ക് സ്റ്റാറ്റസ് കുറവാണ്. ഇതാണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രാ ജനറേഷണൽ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത്. വെബർ പറയുന്നതനുസരിച്ച് വെൽത്ത്, പവർ, ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ് ക്ലാസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് ഹെറിഡിറ്ററി അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയും ക്ലാസ് സിസ്റ്റത്തിൽ ഉള്ളത്. പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലാണെങ്കിലും 3 ടൈപ്പ് ഓഫ് ക്ലാസ് സിസ്റ്റമാണ് ഉള്ളത്: അപ്പർ, മിഡിൽ ആൻഡ് വർക്കിംഗ് ക്ലാസ്. ഡാനിയൽ തോർണർ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് പറയുന്ന അനുസരിച്ച് അഗ്രേറിയൻ സൊസൈറ്റിയിൽ 3 ക്ലാസ്സസ് ആണ് ഉള്ളത്: മാലിക്, കിസാൻ, മസ്ദൂർ. മാലിക് എന്ന് പറയുമ്പോഴത്തേക്കും ലാൻഡ് എല്ലാം ഓൺ ചെയ്യുന്ന ഒരാൾ, പ്രൊപ്പറേറ്റർ ഓഫ് ലാൻഡ്, അതിനാണ് മാലിക് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അപ്പർ സ്ട്രാറ്റയിലായിരിക്കും. പിന്നെ കിസാൻ എന്ന് പറയുമ്പോൾ കിസാൻ പെസൻസ്, അവർക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ലാൻഡ് കയ്യിലുണ്ടായിരിക്കും. അതിനും താഴെ വരുന്നതാണ് മസ്ദൂർ. മസ്ദൂർ എന്ന് പറയുമ്പോൾ ലേബർ ക്ലാസ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ മറ്റുള്ളവരുടെ ലാൻഡിൽ വർക്ക് ചെയ്യും. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ സോഷ്യൽ ക്ലാസ്സസും സ്റ്റാറ്റസ് ഗ്രൂപ്പും ഒരുമിച്ചാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടുപിടുത്തം ആദ്യമായിട്ട് കൊണ്ടുവന്നത് വെബർ ആയിരുന്നു. വെബർ പറയുന്ന അനുസരിച്ച് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ സോഷ്യൽ ക്ലാസും സ്റ്റാറ്റസ് ഗ്രൂപ്പും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ അത് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്കണോമിക് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് വരുന്നൊരു സിസ്റ്റമാണ് സോഷ്യൽ ക്ലാസ്സസിൽ വരുന്നത്. അതായത് ഇൻകം, വെൽത്ത്, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, ഫാമിലി, ഇതൊക്കെ. രണ്ടാമത്തത് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നോൺ എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതിൽ ഓണർ, പ്രസ്റ്റീജ്, എത്നിസിറ്റി, റേസ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ വെബറിൻ്റെ ഒരു വ്യൂവിൽ സോഷ്യൽ ക്ലാസും സ്റ്റാറ്റസ് ഗ്രൂപ്പും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ. ഇത്രയുമാണ് ക്ലാസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തത് റേസ് ആൻഡ് എത്നിസിറ്റി. ലാസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ടൈപ്പാണ് റേസ് ആൻഡ് എത്നിസിറ്റി. റേസ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. റേസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയറിങ് സർട്ടൻ ഇൻഹെറിറ്റഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, കളർ ആയിക്കോട്ടെ, ഫേഷ്യൽ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, ഇതൊക്കെയാണ് റേസിൽ വരുന്നത്. ഒരു ലേറ്റസ്റ്റ് സ്റ്റഡി പ്രകാരം പറയുന്നത് 95% ഓഫ് ദി DNA മോളിക്യൂളും എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണ്. ബാക്കി വരുന്ന 5% മാത്രമാണ് എല്ലാ മനുഷ്യർക്കും ഡിഫറെൻ്റ് ആവുന്നത്. ഈ 5% ഡിഫറൻസ് ആണ് ഓരോ ആൾക്കാർക്കും ഫിസിക്കൽ അപ്പിയറൻസ് ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ റേസിസം ഭയങ്കരമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഒരു റേസിസ്റ്റ് ആയിട്ടൊരു സൊസൈറ്റിയാണ് സൗത്ത് ആഫ്രിക്ക. അവിടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് മാറ്റർ ചെയ്യുന്നത്. ബ്ലാക്ക് പീപ്പിളിന് സ്വാഭാവികമായിട്ടും സോഷ്യൽ സ്റ്റാറ്റസ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അൺഈക്വൽ ആക്സസ് ടു വെൽത്ത് ആൻഡ് പവർ ആണുള്ളത്. അതുകൊണ്ടാണല്ലോ അവർ സോഷ്യൽ സ്ട്രാറ്റയിൽ താഴത്തെ തട്ടിൽ വരുന്നത്. അപ്പോൾ പക്ഷേ ബ്ലാക്ക് പീപ്പിൾ അല്ലാത്തവർക്ക് ആക്സസ് ടു വെൽത്ത് ആൻഡ് പവർ ഉണ്ട്. ഇതാണ് റേസിന്റെ കാര്യത്തിൽ പറഞ്ഞത്. അടുത്തത് എത്നിസിറ്റി. എത്നിസിറ്റി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കൾച്ചറൽ ട്രേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് എത്നിസിറ്റി വരുന്നത്. എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് കോമൺ കൾച്ചറൽ ഹെറിറ്റേജ്. അവർക്ക് കോമൺ ലാംഗ്വേജ് ആയിരിക്കും, ഹിസ്റ്ററി കോമൺ ആയിരിക്കും, നാഷണൽ ഒറിജിൻ കോമൺ ആയിരിക്കും, ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബേസിസിലും സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ട്രൈബ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരെ ലോവർ സ്ട്രാറ്റിലേക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവും അവരുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട്. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന സ്ട്രാറ്റിഫിക്കേഷൻ. ഇനി പറയുന്നത് കുറച്ച് അപ്രോച്ചസ് ആണ്. ആദ്യം പറയുന്നത് മാക്സ് വെബറിൻ്റെ അപ്രോച്ച് ടു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അദ്ദേഹം പറയുന്നതനുസരിച്ച് സൊസൈറ്റിയിൽ 3 ഓർഡേഴ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്: സോഷ്യൽ ഓർഡർ, പൊളിറ്റിക്കൽ ഓർഡർ, എക്കണോമിക് ഓർഡർ. ആദ്യം പറഞ്ഞത് സോഷ്യൽ ഓർഡർ ആണ്. ഇവിടെ ഈ പറയാൻ പോകുന്ന 3 ഓർഡറുകളിലും നമ്മൾ കോമൺ ആയിട്ട് പറയാൻ പോകുന്ന ഒരു ടേം ഉണ്ട്: നോർമേറ്റീവ് പ്രിൻസിപ്പിൾ. എന്താണ് നോർമേറ്റീവ് പ്രിൻസിപ്പിൾ? നോർമേറ്റീവ് പ്രിൻസിപ്പിൾ ഇസ് എ റൂൾ ഓർ ഐഡിയ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ സംതിങ് ഷുഡ് ബി ഡൺ. ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഒരു ഐഡിയനാണ് നോർമേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോഷ്യൽ ഓർഡറിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഈ നോർമേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓണറാണ്. അതായത് എങ്ങനെയാണ് സൊസൈറ്റിയിലെ ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നത്, അതിന് ആണ് വെബർ സോഷ്യൽ ഓർഡറിൽ ഓണറിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് വെബർ പറയുന്ന അനുസരിച്ച് സോഷ്യൽ ഓർഡർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ വേ ഇൻ വിച്ച് സോഷ്യൽ ഓണർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ കമ്മ്യൂണിറ്റി. അതായത് എസ്റ്റേറ്റിന്റെ കാര്യം പറയാം ഒരു എക്സാമ്പിൾ ആയിട്ട്. നമ്മൾ ഫ്യൂഡൽ സൊസൈറ്റിയുടെ കാര്യം ഒരു ട്രയാങ്കിൾ പോലെ പറഞ്ഞു. ഏറ്റവും മേളിൽ കിങ് ആണ് വരുന്നത്. കിങ് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അദ്ദേഹമാണ് എല്ലാവരുടെയും ലാൻഡ് ഓൺ ചെയ്യുന്നത്, അദ്ദേഹമാണ് എല്ലാവർക്കും ലാൻഡ് വിതരണം ചെയ്യുന്നത്. ഏറ്റവും താഴെ വരുന്ന പെസൻസ് ആൻഡ് സെർവ്സ്,
അവരാണ് എല്ലാവർക്കും വേണ്ടി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ അങ്ങനെയാണ് ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് വെബർ പറയുന്ന സോഷ്യൽ ഓർഡർ. രണ്ടാമത്തെ ഓർഡറാണ് എക്കണോമിക് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്ന നോർമേറ്റീവ് പ്രിൻസിപ്പിൾ റാഷണാലിറ്റിയും മാർക്കറ്റ് സിറ്റുവേഷനാണ്. റാഷണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എടുക്കുന്നത് അതിൽ കിട്ടുന്ന റിസൾട്ട് ഏറ്റവും ബെനിഫിറ്റ് തരുന്ന ഒരു റിസൾട്ട് ആയിരിക്കണം. നമ്മൾ റാഷണൽ തിങ്കിങ് എന്ന് പറയത്തില്ലേ, റാഷണാലിറ്റി ആണ് എക്കണോമിക് ഓർഡറിന്റെ ഒരു നോർമേറ്റീവ് പ്രിൻസിപ്പിൾ ആയിട്ട് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി ഇൻ ക്ലാസ് സിറ്റുവേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ അച്ചീവ്ഡ് സ്കിൽസ് ഓർ മെറിറ്റ്സ് ഗവേൺ ബൈ ദി ലോസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് സിറ്റുവേഷൻ, ഈ പല പല തട്ടുകളിലുള്ള ആൾക്കാർ, അവർക്ക് എങ്ങനെയാണ് എക്കണോമിക് ഓർഡർ ഉയർത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് എക്കണോമിക് ഓർഡറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ പറ്റിയിട്ടുള്ള ഐഡിയ, അല്ലെങ്കിൽ അവർക്ക് അതിനെ പറ്റിയിട്ട് എന്തറിയാം, അവരെങ്ങനെ റാഷണലായിട്ട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർക്ക് എക്കണോമിക് ഓർഡർ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്. പറ്റാത്തവർ സ്ട്രാറ്റയിൽ താഴെ പോകും. ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഓർഡറാണ് പൊളിറ്റിക്കൽ ഓർഡർ. പൊളിറ്റിക്കൽ ഓർഡർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പവർ ആയിരിക്കും. അതായത് ഒരു പേഴ്സന്റെ പവർ ക്യാൻ ബി ഷോൺ ഇൻ ദ സോഷ്യൽ ഓർഡർ ത്രൂ ദർ പാർട്ടി. അയാൾക്ക് ഉണ്ടാകുന്ന പാർട്ടി നല്ല ഹോൾഡ് ഉള്ള പാർട്ടി ആണെങ്കിൽ അയാൾക്ക് സൊസൈറ്റിയിൽ പൊളിറ്റിക്കൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പൊളിറ്റിക്കൽ ഓർഡറിൽ പറയുന്നത്. ഇനി പറയുന്നത് മാക്സ് വെബറിന്റെ അപ്രോച്ച് ഇന്റർപ്രിറ്റീവും സിസ്റ്റമാറ്റിക്കും ആയിരുന്നു. ഇന്റർപ്രിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ആക്ഷൻ നടക്കുവാണ്, ആ ആക്ഷന് പിന്നിൽ എന്തോ ഒരു റീസൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനോമിന നടക്കുവാണ്, ഒരു കോൺസെപ്റ്റ് നടക്കുവാണ്. ആ കോൺസെപ്റ്റ് നടക്കാനായിട്ട് എന്തോ ഒരു കാരണം മുന്നേ ഉണ്ടായിട്ടുണ്ട്. ആ ആക്ഷൻസിനൊക്കെ പഠിക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇന്റർപ്രിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. മാക്സ് വെബറിന്റെ അപ്രോച്ചും ഇന്റർപ്രിറ്റീവ് തന്നെയായിരുന്നു. എങ്ങനെയാണ് സൊസൈറ്റിയിലെ ആൾക്കാർ ജീവിക്കുന്ന റിയാലിറ്റി അവർ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഇത് പഠിക്കാനായിരുന്നു മാക്സ് വെബർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ടൂളാണ് ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഐഡിയൽ ടൈപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കൺസ്ട്രക്ട് ദാറ്റ് സെർവ്സ് ആസ് എ മെഷറിംഗ് റോഡ് ഫോർ റിസർച്ചേഴ്സ് ടു ലേൺ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസസ്. അതായത് റിയാലിറ്റി നമ്മൾ കാണുന്നു, എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ സൊസൈറ്റിയിൽ നടക്കുന്നു, ഇതെങ്ങനെയാണ് ആൾക്കാർ റിയാലിറ്റി ആയിട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളൊരു കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങുന്നു, ഇതെങ്ങനെയാണ് ഒരു പ്രോസസ്സായിട്ട് മാറിയത്, എന്താണ് ഇതിന് പിന്നിലുണ്ടായിരുന്ന ആക്ഷൻസ്, ഇത് പഠിക്കുന്നതിനാണ് ഇന്റർപ്രിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു ഫിനോമിനെ പഠിക്കാനായിട്ട് സോഷ്യോളജിസ്റ്റ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇന്റർപ്രിറ്റീവായിട്ട് പഠിക്കണം എന്നാണ് മാക്സ് വെബർ പറഞ്ഞിട്ടുള്ളത്. സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു ഫിനോമിനയെ സോഷ്യോളജിസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കണം, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് കമ്പയർ ചെയ്ത് ഇന്റർപ്രിറ്റീവായിട്ട് അനലൈസ് ചെയ്യണം എന്നാണ് മാക്സ് വെബർ പറഞ്ഞിട്ടുള്ളത്. ഹിസ് തിയറി ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ കമ്പാരിറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ടിപ്പിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. എങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഡെവലപ്പായി വന്നത്, പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അങ്ങനെ ഡെവലപ്പ് ആവാനുള്ള റീസൺസ്, എന്തൊക്കെയാണ് ഈ ആക്ഷൻസിന്റെ പിന്നിലുള്ള ആക്ഷൻസ്, ഇതൊക്കെ പഠിക്കണം എന്നാണ് മാക്സ് വെബർ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് മാക്സ് വെബറിന്റെ അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ചാണ് ഡയലക്റ്റിക്കൽ അപ്രോച്ച്. ഈ അപ്രോച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കാൾ മാർക്സ് ആണ്. കാൾ മാർക്സിന്റെ തിയറിയാണ് ഡയലക്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന അപ്രോച്ച്. ആദ്യം തന്നെ ഡയലക്റ്റിക്കൽ എന്ന് പറയുന്ന ഒരു ടേമിന്റെ മീനിങ് എന്താണെന്ന് പറയാം. ഇറ്റ് ഹോൾഡ്സ് ദി നോഷൻ ദാറ്റ് എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്പോസിറ്റ്സ്. അതായത് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദി ടു ഓപ്പോസിംഗ് ഓർ ആന്റഗണിസ്റ്റിക് വ്യൂസ് ഓൺ എ ടോപ്പിക് ആൻഡ് റിസോൾവിംഗ് ദം അറ്റ് എ ഹയർ ലെവൽ. ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്, ഒരു ഫിനോമിന, അതിനെപ്പോഴും രണ്ട് ഓപ്പോസിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ടായിരിക്കും. അത് രണ്ടും പഠിച്ചിട്ട് ഏറ്റവും നല്ല സൊല്യൂഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ കൊണ്ടുവരണം എന്നാണ് കാൾ മാർക്സ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് മോഡ് ഓഫ് പ്രൊഡക്ഷനും റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനും. മോഡ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത് 3 ടൈപ്പ് മോഡ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്: പ്രിമിറ്റീവ്, ഫ്യൂഡൽ ആൻഡ് ക്യാപിറ്റലിസ്റ്റ്. ആദ്യം തന്നെ പറയാം എന്താണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഹൗ കമ്മോഡിറ്റീസ് ഗെറ്റ് പ്രൊഡ്യൂസ്ഡ്, അതിനാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ സിസ്റ്റംസ് വഴി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഓരോ സിസ്റ്റം ഓഫ് അല്ലെങ്കിൽ ഓരോ എക്കണോമിക് സിസ്റ്റംസ് വഴിയും എങ്ങനെയാണ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെയാണ്, എങ്ങനെയാണ് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ആവുന്നത് എന്നതിനാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം വരുന്ന മോഡാണ് പ്രിമിറ്റീവ് മോഡ്. പ്രിമിറ്റീവ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫുഡ് ഗ്യാതറിംഗ്, ഇതൊക്കെ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ട് റിലേറ്റഡ് ആവുന്നത് എന്നാണ് പറയുന്നത്. ആദ്യത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ പ്രിമിറ്റീവ് മോഡ്.
ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഫുഡ് ഗ്യാദറിങ്ങിന്റെ സമയത്തും ഹണ്ടിങ്ങിന്റെ സമയത്തും ആൾക്കാർ കളക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് ലേബർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ലീസ്റ്റ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിരുന്നു. നേരത്തെ പറഞ്ഞ ഒരു ടോപ്പ് ഹണ്ടർ ഉണ്ട്, പക്ഷെ അപ്പം തന്നെ പറഞ്ഞതുപോലെ അത് ഇൻവിസിബിൾ ആയിരുന്നു, വലിയ രീതിയിൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിമിറ്റീവ് മോഡ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രിമിറ്റീവ് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ലീസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ ആയിരുന്നു. കാരണം അവിടെ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഫുഡ് ഗ്യാദറിങ്ങിനും ഹണ്ടിങ്ങിനും പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വന്ന മോഡാണ് ഫ്യൂഡൽ മോഡ്. ഇവിടെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു റൈസ് കാണാനായിട്ട് തുടങ്ങിയത്. ഇവിടെ അക്യുമുലേഷൻ ഓഫ് വെൽത്തും പ്രൊഡക്റ്റീവ് റിസോഴ്സസും ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂഡൽ ലാൻഡ് ലോഡ്സ്, അരിസ്ട്രോക്രാറ്റ്, അതേപോലെ തന്നെ പെസൻസ്, സെർവ്സ്, ഇങ്ങനെയുള്ള 2 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ആവാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ എസ്റ്റേറ്റിൻ്റെ ട്രയാങ്കിൾ പോലെ തന്നെ അവിടെ സ്ട്രാറ്റകൾ വരാനായിട്ട് തുടങ്ങി. ഏറ്റവും താഴെയുള്ള പെസൻസും സെർവ്സും ലാൻഡ് ലോഡ്സിന് ലാൻഡിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ലാൻഡ് ലോഡ്സ് ലേബർ പവറിന് വേണ്ടിയിട്ട് താഴെയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ സ്ട്രാറ്റിഫിക്കേഷൻ ഫ്യൂഡൽ മോഡിൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ മോഡാണ് ക്യാപിറ്റലിസ്റ്റ് മോഡ്. ക്യാപിറ്റലിസ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ആയിരുന്നു. ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അവർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. മെജോറിറ്റി ഓഫ് വർക്കേഴ്സ് അവരുടെ ലേബർ സെല്ല് ചെയ്തിട്ടാണ് ക്യാപിറ്റലിസ്റ്റുകാരുടെ കയ്യിൽ നിന്നും വേജ് വാങ്ങിക്കൊണ്ടിരുന്നത്. അതായത് ക്യാപിറ്റലിസ്റ്റ് ആണ് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലേബറേഴ്സ് ഉണ്ട്, സാധാ ലേബറേഴ്സ് അവർക്ക് വേണ്ടി ക്യാപിറ്റലിസ്റ്റിന് വേണ്ടിയിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ഇൻ റിട്ടേൺ അവർക്ക് പൈസ കിട്ടും. അങ്ങനെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അവിടെ നടന്നു എന്നാണ് ക്യാപിറ്റലിസ്റ്റ് മോഡിൽ പറയുന്നത്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്യാപിറ്റലിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ റൈസ് ഓഫ് ക്യാപിറ്റലിസം. ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ പവേഴ്സ് വന്നതിൻ്റെ ഭാഗമായിട്ട് മോഡ് ഓഫ് പ്രൊഡക്ഷനിലും പിന്നെ അതേപോലെ തന്നെ ടെക്നോളജിയിലും പിന്നെ ടെക്നോളജി ഓഫ് ട്രാൻസ്പോർട്ടേഷനിലും ഒക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മൈഗ്രേഷൻ, ഒരുപാട് ആൾക്കാർ റൂറലിൽ നിന്നും അർബനിലേക്ക് വരാനായിട്ട് തുടങ്ങി. കോളനികൾ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ തുടങ്ങി. കോളനീസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിന് ഇത്രയും തരം പറഞ്ഞു നിന്നും ചേഞ്ചസ് വരാനായിട്ട് തുടങ്ങി. ആസ് എ റിസൾട്ട് 2 ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആണ് എമേർജ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. വർക്കിംഗ് ക്ലാസ്സും ക്യാപിറ്റലിസ്റ്റ് ഓൺട്രപ്രണേഴ്സും. ഇവർ തമ്മിലൊരു ആൻറ്റഗണിസം ഉണ്ടായിരുന്നു. ആൻറ്റഗണിസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹെയ്റ്റ് ഉണ്ടായിരുന്നു. ഈ 2 ക്ലാസ്സുകൾ തമ്മിൽ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഓർഡറാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ മെയിൻ ബേസ്. സോഷ്യൽ ഓർഡറിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും മാറ്റം വരും എന്നായിരുന്നു കാൾ മാർക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ. അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഇപ്പോൾ സോഷ്യൽ ഓർഡർ, ഇപ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാർ, ലേബറേഴ്സ്, അവർ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇനി വർക്ക് ചെയ്യില്ല, അപ്പർ ക്ലാസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയാണ്. സോഷ്യൽ ഓർഡറിന് ഒരു മാറ്റം വരുത്താണ്, സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിക്ക് ഒരു ചേഞ്ച് വരുത്താണ്. അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും വർക്കിംഗ് ക്ലാസ്സും പിന്നെ മുകളിലത്തെ ക്യാപിറ്റലിസ്റ്റ് ഓൺട്രപ്രണേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് സംഭവിക്കുമ്പോഴത്തേക്കും അവിടെ റെവല്യൂഷൻ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പുതിയ ക്ലാസ് തന്നെ എമേർജ് ആവും. പുതിയ സോഷ്യൽ ഓർഡറിലുള്ളൊരു ന്യൂ നോൺ ആൻറ്റഗണിസ്റ്റിക് ക്ലാസ് അവിടെ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അപ്പോൾ അതുവഴി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മാറും എന്നാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് സോഷ്യൽ ഓർഡറിൽ ഒരു മാറ്റം വരുത്തണം, എങ്കിൽ മാത്രമേ നമ്മളുടെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെയും പെസൻസിൻ്റെയും കാര്യത്തിൽ അവർ ഈ ടോളറേറ്റ് ചെയ്യുന്നതിന് ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. അതുവഴി പുതിയൊരു സോഷ്യൽ ഓർഡർ ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പുതിയ ക്ലാസ് തന്നെ എമേർജ് ആവും. ഇതായിരുന്നു കാൾ മാർക്സിൻ്റെ ഒപ്പീനിയൻ. ഇതിൽ നമ്മൾ റൈസ് ഓഫ് ക്യാപിറ്റലിസം ആണ് പറഞ്ഞു തുടങ്ങിയത്. എങ്ങനെയാണ് ക്യാപിറ്റലിസം ഉണ്ടായതെന്നുള്ളത്, മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ചേഞ്ചസ് വന്നപ്പോഴത്തേക്കും, പെസൻസിൻ്റെ മാസീവായിട്ടുള്ള മൈഗ്രേഷൻ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്കുമാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ, അതൊരു മൈനർ സെക്ഷൻ ഓഫ് ആൾക്കാരായിരുന്നു. അവർക്ക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളായിട്ട് ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നു. ഇങ്ങനെയാണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കോൺസെപ്റ്റ് വരത്തില്ലായിരുന്നു. പക്ഷെ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് ഈ പറയുന്ന പോലെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലാൻഡ് ഒന്നും ഓൺ ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ക്ലാസ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നതുകൊണ്ട്
ക്യാപിറ്റലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്നു. അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എമർജ് ആയി. തൊട്ടു മുന്നേ പറഞ്ഞത് എങ്ങനെയാണ് ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് മാറ്റി സോഷ്യലിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാം. ഇത് കാൾ മാർക്സിന്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. കാൾ മാർക്സിൻ വളരെയധികം സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇത്. ഇനി വരുന്ന കോൺസെപ്റ്റാണ് ഡാരൻഡോഫിന്റെയും കോസറിന്റെയും കോൺസെപ്റ്റ്. റാൽഫ് ഡാരൻഡോഫും ലൂയിസ് കോസറും വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ മെയിൻ ഫീച്ചർ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഒരു സ്ട്രാറ്റിലുള്ള ആൾക്ക് മേളിലത്തെ സ്ട്രാറ്റയിലേക്ക് മൂവ് ചെയ്യണം. അതായത് മേളിലത്തെ സ്ട്രാറ്റയിലുള്ള ആൾക്കാരെ എൻജോയ് ചെയ്യുന്ന പവറും ഇൻട്രസ്റ്റും കാണുമ്പോഴത്തേക്കും താഴെയുള്ള ആൾക്കാർക്ക് അതെങ്ങനെയെങ്കിലും അക്വയർ ചെയ്യണമെന്നൊരു മൈൻഡ് വരും. അപ്പോൾ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് സംഭവിക്കും. ആ കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഡിഫറൻസ് തന്നെ അവിടെ ഉണ്ടാവുന്നത് എന്നാണ് ഡാരൻഡോഫും കോസറും പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു ദെം കോൺഫ്ലിക്റ്റ് അറൈസസ് ഔട്ട് ഓഫ് ആൻറ്റഗണിസം ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സസൈസ് ഓഫ് പവർ ബൈ വൺ സ്റ്റേറ്റ് മൂവ് ഓവർ ദി അതർ വിച്ച് സീക്സ് അപ്വേർഡ് മൊബിലിറ്റി. അതായത് ഒരാൾക്ക് പൈസ ഇല്ല, അയാൾക്ക് മേളത്തെ തട്ടിലേക്ക് പോകണം, പക്ഷെ മറ്റൊരാൾക്ക് കിട്ടുന്ന പവറും മറ്റൊരാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും മറ്റൊരാൾക്കുള്ള കിട്ടുന്ന അക്യുമുലേഷൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ അതുപോലുള്ള എന്ത് ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, റിസോഴ്സസ് ആയിക്കോട്ടെ, അതൊക്കെ കാണുമ്പോഴത്തേക്കും അതിലേക്ക് എത്തണം അല്ലെങ്കിൽ മൊബിലിറ്റിയിലൂടെ കൂടി എനിക്ക് അതേ ഈക്വൽ ആക്സസ് വേണം എന്ന് തോന്നുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ മെയിൻ ബേസ് കോൺഫ്ലിക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് റാൽഫ് ഡാരൻഡോഫും ലൂയിസ് കോസറും. ഏറ്റവും ലാസ്റ്റ് വരുന്ന തിയറാണ് ഫങ്ഷണൽ തിയറി. ഫങ്ഷണൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് സൊസൈറ്റിക്ക് ഫങ്ഷണൽ ആവുന്നത്. ഇറ്റ് ട്രീറ്റ്സ് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് സ്ട്രാറ്റിഫിക്കേഷൻ ടു ബി കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇന്റർഡിപെൻഡന്റ് സെറ്റ്സ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ്. അതായത് സൊസൈറ്റിയിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് തന്നെ അത് ഗുണം ചെയ്യുന്നൊരു ഫാക്ടറാണ് എന്നാണ് പറയുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ബേസ് സോഷ്യൽ കൺട്രോൾ ആണ്, കോൺഫ്ലിക്റ്റ് ആണ് എന്ന് കഴിഞ്ഞ 2 തിയറീസിലും പറഞ്ഞപ്പോഴത്തേക്കും ഈ തിയറി ഫങ്ഷണൽ തിയറിയിൽ പറയുന്നത് സോഷ്യൽ ഓർഡറിനും ഒരു ഹ്യൂമനും അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനും തമ്മിൽ ഇന്റേണൽ മെക്കാനിസംസ് ഓഫ് സെൽഫ് റെഗുലേഷൻ ആൻഡ് സെൽഫ് കറക്ഷൻസ് ഉണ്ട്. അതായത് ഈ തിയറിയിൽ പറയുന്നത് അനുസരിച്ച് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. എപ്പോഴും നമ്മൾ ഒരേ തട്ടിൽ തന്നെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ലോവർ സ്ട്രാറ്റയിലാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ സൊസൈറ്റി സ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ അവിടെ ചേഞ്ചുകളൊന്നും സംഭവിക്കുന്നില്ല കാര്യമായിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ചൂഷണം നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എല്ലാവരെയും പോലെ റൈറ്റ് കിട്ടുന്നില്ല എന്ന് താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, അവർ സ്ട്രഗിൾ ചെയ്യും മേളത്തെ സ്ട്രാറ്റയിലേക്ക് വരാനായിട്ട്. അങ്ങനെ അവിടെ ഒരു മൊബിലിറ്റി നടക്കുന്നുണ്ട്. മൊബിലിറ്റി നടക്കുമ്പോഴത്തേക്കും അത് സൊസൈറ്റിക്ക് ഗുണമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, സ്ട്രാറ്റിഫിക്കേഷൻ ഒരു പോസിറ്റീവ് സൈഡാണ് ഈ തിയറി പറയുന്നത്. ഇറ്റ് അക്നോളജ് ദ റോൾ ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. കോമ്പറ്റീഷൻ വേണം, കോൺഫ്ലിക്റ്റ് വേണം, എന്നാലേ സൊസൈറ്റി ഗ്രോ ആവത്തുള്ളൂ എന്നൊരു കോൺസെപ്റ്റാണ് ഫങ്ഷണൽ തിയറിയിൽ പറയുന്നത്. അതേപോലെ സോഷ്യലൈസേഷൻ, എഡ്യൂക്കേഷൻ, എംപവർമെൻറ്റ് ബൈ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ, ഇതുപോലുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ സോഷ്യൽ മൊബിലിറ്റി എടുക്കുന്നതിലൂടെ സൊസൈറ്റി പ്രോഗ്രസ്സിലേക്ക് പോവും, ഇൻഡിവിജ്വൽസും ഹൈ പ്രോഗ്രസ് അച്ചീവ് ചെയ്യും, ഇന്നിക്വാളിറ്റീസ് എല്ലാം സോൾവ് ചെയ്യാൻ തന്നെ സാധിക്കും എന്നാണ് ഫങ്ഷണൽ തിയറിയിൽ പറയുന്നത്. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് ഈ യൂണിറ്റിൽ പറയാനായിട്ടുള്ളത്. നമ്മൾ ആദ്യം തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് അത് എങ്ങനെ ഇവോൾവ് ആയി എന്ന് പറഞ്ഞു, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പറഞ്ഞു. അതിൽ തന്നെ ഒരു 6 ടൈപ്പ് വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെന്താ പറഞ്ഞത്, പിന്നെ വെബറിൻ്റെ അപ്രോച്ച് ടു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, വെബറിൻ്റെ, കാൾ മാർക്സിൻ്റെ, പിന്നെ ഡാരൻഡോഫ് ആൻഡ് കോസറിൻ്റെ, പിന്നെ ഫങ്ഷണൽ തിയറി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത്